Hello my dear friends, welcome back to our channel Juby's Fusion. ഇന്ന് നമ്മൾ ഉള്ളി തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെടാം. ഓക്കെ, 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയത്, 3-4 ഉള്ളി, ഇനി 8-10 വറ്റൽമുളകും അല്ലെങ്കിൽ ഉണക്കമുളക് എന്ന് പറയും. ഇതെല്ലാം ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ വറുക്കുന്നതിനോട് നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു പിടി അളവിൽ മല്ലി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മൂക്കുന്നത് വരെ, തേങ്ങയുടെ നിറം നല്ലതുപോലെ മാറുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒപ്പം ആ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്താം. ഇനി ഈ കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് തീയലുണ്ടാക്കാൻ ആവശ്യമുള്ളത് 2 കപ്പ് അളവിൽ ഉള്ളി തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണേ. വാളൻപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുപ്പൊന്ന് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് തണുത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇത് അരച്ചതാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ ഉലുവയും 3-4 വറ്റൽമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇളക്കി മൂടി വയ്ക്കാം. കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ആ പുളിവെള്ളത്തിൽ ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വരണം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. പുളിവെള്ളത്തിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ചുകൂടി പുളി വെള്ളം ചേർത്ത് കൊടുത്ത് എടുക്കാം. പുളി ഇച്ചിരി കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പുളി വെള്ളം ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. കഞ്ഞിവെള്ളത്തിൻ്റെ കുറച്ച് ഉപയോഗങ്ങളുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഐ ബട്ടണിന് വരുന്നതായിരിക്കും. ഒന്ന് നോക്കിക്കോണം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോണം. ഇനി അവസാനമായി നമുക്ക് കുറച്ച് ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഇല്ലെങ്കിൽ ശർക്കര ചീകിയാറ്റാലും മതിയേ. ഇനി ശർക്കരയേ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി. ഇത് നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. നമുക്ക് പുളിയെല്ലാം ഇട്ട് കൊടുത്താൽ അത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇച്ചിരി പഞ്ചസാരയോ ഇച്ചിരി ശർക്കരയോ ഒന്ന് ഇടണം. ഇനി നല്ലൊരു തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് നന്ദി. നമ്മുടെ തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രീ ആണ്. താങ്ക് യു.